എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. അപ്പോൾ ചോദിക്കും, എന്നെ സ്നേഹിക്കാത്തവർക്കൊന്നും സ്വാഗതം ഇല്ലേ എന്നല്ല, നമ്മളെല്ലാവരും സ്നേഹിക്കുകയാണ് എന്ന് വിചാരിച്ചാണ് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. സ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിന് നഷ്ടപ്പെടുമ്പോഴുള്ള വില മനസ്സിലാവത്തുള്ളൂ. ഇവിടെ എത്തുന്ന എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം സ്നേഹം എന്നുള്ളതാണ്. കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം പെട്ടെന്ന് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സ്നേഹം കിട്ടുന്നില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബന്ധുക്കളിൽ നിന്നും അതിനേക്കാൾ കൂടുതൽ ഒരു ബന്ധവുമില്ലാത്ത എൻ്റെ പ്രേക്ഷകരിൽ നിന്നും ഇഷ്ടംപോലെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ കിട്ടിയത് കൊണ്ടായിരിക്കാം കഴിയുന്നതും ആ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെയും സ്നേഹത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞുമൊക്കെ കോംപ്രമൈസ് ചെയ്ത് ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് എപ്പോഴും നടത്താറുള്ളത്. ഇന്നത്തെയും കഥ അങ്ങനെ തന്നെ അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിന് എൻ്റെ നമസ്കാരം. ഇന്ന് പരാതിക്കാരിയായി എത്തിയിരിക്കുന്നത് പാലക്കാട്ട് നിന്നും ഗിരിജയാണ്. പാലക്കാട് എവിടെയാ ഗിരിജ വീട്? ശരിക്കും വീട് താഴക്കോട്ടുകാവ് എന്ന് പറയും, നെന്മാറ ഭാഗത്ത്. നെന്മാറന്ന് കുറച്ച് ഉള്ളിലേക്ക് താഴക്കോട്ടുകാവ്, കൂളിയാട്. കറക്റ്റ് ശരിക്കും പേര് അവിടേക്ക് കൂളിയാട് എന്നാണ്. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അമ്മ, 3 ചേച്ചി, ഒരു ചേട്ടൻ, ഞാൻ. മൊത്തം 5 മക്കളാണ്. 5 പേര്, 4 പെൺകുട്ടികളും ഒരു ചേട്ടൻ. ചേട്ടൻ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലായി. ഇപ്പൊ ബാക്കി ചേച്ചിമാരും എല്ലാവരും കല്യാണം കഴിഞ്ഞു. ഞാനാണ് ഏറ്റവും ഒടുവിലത്തെ. അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നവരാണോ? അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് എന്റെ വയസ്സായി. എന്നെ 7 മാസം ഗർഭിണിയായിരിക്കുമ്പോ അച്ഛൻ മരിച്ചതാണ്. അമ്മ തന്നെയാണ് ഞങ്ങളെല്ലാം വളർത്തി ഓരോരുത്തർക്ക് കല്യാണം. അമ്മയ്ക്ക് ഒരുപാട് പ്രായമായി, 65 വയസ്സോളം കഴിഞ്ഞു. ഇപ്പൊ എല്ലാരും കല്യാണം കഴിച്ചൊക്കെ വിട്ടു. ഇപ്പൊ എല്ലാം അമ്മ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയതൊക്കെ. ഇപ്പൊ ഗിരിജയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 വർഷം കഴിഞ്ഞു. 6 വർഷവും 3 മാസമായി. 6 വർഷവും 3 മാസമായി. നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണോ? സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട വീട്ടിൽ വന്ന് ചോദിച്ചിരുന്നു, പെണ്ണ് കെട്ടിച്ചു തരുമോന്ന് ചോദിച്ചിരുന്നു. എന്നിട്ടാണ്. നിങ്ങൾക്ക് അതിനു മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, എന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടോ ഒരേ ഇതിൽ വർക്ക് ചെയ്തിരുന്നു. സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണ്. തിരുപ്പൂരിലായിരുന്നു. ഗാർമെന്റ്സില് ഞാൻ QC ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ സ്റ്റിച്ചിങ് പാനലിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. സനീഷ്. അപ്പൊ അവിടെ നിന്നാണ് കണ്ട് എന്നെ ഇഷ്ടമാണ് എന്ന് നമ്മൾ അവിടുത്തെ കൊല്ലംകോട്ടിലെ ഒരു ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്ന കോണ്ടാക്ട് എടുത്തിട്ട് അവരുടെ കീഴിലായിരുന്നു ഇവര് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവര് മൂലം വീട്ടിലേക്ക് വന്ന് പെണ്ണ് ചോദിച്ച്, ഇത്രയും ദൂരത്തേക്ക് കെട്ടിച്ചു കൊടുക്കാൻ വീട്ടുകാർക്കാർക്കും താല്പര്യമില്ല. ഒത്തിരി ദൂരം, ഇടുക്കിയാണ്. അപ്പൊ ഒത്തിരി ദൂരം ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് തനിയെ വരാനും പോകാനൊന്നും അമ്മനെ കൊണ്ട് തീരെ ആവില്ല. ചേച്ചിമാരെ എല്ലാവരും ചേച്ചിമാര് ഒക്കെ കെട്ടിച്ചു വിട്ട് ഓരോ ഭാഗത്തേക്ക് പോയിരിക്കുകയല്ലേ. പിന്നെ ഒരു ആങ്ങളല്ലേ ഉള്ളൂ, അവൻ കൊണ്ട് അത്രയൊന്നും ഓടാനും വെക്കാനൊന്നും ആകില്ല, വേണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ സനീഷ് ചേട്ടനാണ് പറഞ്ഞ്, ഇല്ലെങ്കിൽ ഞാൻ ഇനി മരിച്ചു പോകുള്ളൂ, അല്ലാണ്ട് എനിക്ക് വേറെ പെണ്ണൊന്നും കിട്ടണ്ട, ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ്. എത്രാമത്തെ വയസ്സിലെ കല്യാണം കഴിഞ്ഞ ഗിരിജ? എന്റെ 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം അടുപ്പൊക്കെ ആയി. പിന്നെ അത് തന്നെ മതി എന്നൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ കല്യാണം നിങ്ങളുടെ നാട്ടിൽ വെച്ചാണോ നടത്തിയത്? അതെ, ഞങ്ങളുടെ തൊട്ട് അമ്പലം താഴെക്കൊട്ടുകാവിൽ വെച്ചിട്ട് തന്നെയാണ്, കുടുംബക്ഷേത്രമാണ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് കല്യാണം. കല്യാണം കഴിഞ്ഞ് നേരെ ഇടുക്കിയിലോട്ടാണോ? അതെ, നേരെ ഇടുക്കിയിലേക്ക് തന്നെയായിരുന്നു പോയി. എങ്ങനെയുണ്ട് അവിടെ വീടും അന്തരീക്ഷമൊക്കെ? അവിടെ ഹിൽസ് ആണ് മാം, അറിയാം. അടിമാലി, ഇടുക്കി ഭാഗം മൊത്തം മലമ്പ്രദേശമാണ്. എങ്കിലും കുഴപ്പമില്ല. നമ്മളുടെ കൂടെ ഒരാൾ ധൈര്യത്തിനുണ്ടെങ്കിൽ എനിക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയും 2 പെങ്ങന്മാരും 2 അനിയത്തിമാരാണ്. ഇവരാണ് മൂത്തത്. അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അവിടെ പോയി അച്ഛനും അമ്മയൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. എന്നിട്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ എന്ന് പറഞ്ഞാൽ, ഇപ്പോ കല്യാണം കഴിഞ്ഞ 6 വർഷത്തോളമായില്ലേ. ഈ കുഞ്ഞുണ്ടായതിനു ശേഷം ഇവരൊക്കെ എന്നോട് വലിയ അടുപ്പമൊന്നും ഇല്ല. വിവാഹം കഴിഞ്ഞ ഒരു 3 മാസത്തോളം നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. മൂപ്പര് മദ്യപിക്കാറും പുകവലിക്കാറൊന്നും ഇല്ല, നല്ല ഡീസന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദൂരത്താണെങ്കിലും എനിക്കത് മതി. ഇത്തിരി കള്ളു കുടിക്കാത്തതും ഇതായ ഒരാളിനെ കിട്ടിയാൽ മതിയല്ലോ ജീവിതത്തിൽ. സ്വത്ത് മുതലൊന്നും എനിക്ക് പ്രാധാന്യമൊന്നുമില്ല. അപ്പൊ എനിക്കിത് മതി. നമുക്ക് സന്തോഷത്തോടെ എവിടെ ഇരിക്കുകയാണെങ്കിലും സന്തോഷത്തോടെ ഇരുന്നാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് അത് തന്നെ മതി എന്ന് പറഞ്ഞത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ 3 മാസം സന്തോഷമായിട്ടിരുന്നു. അതെ, പിന്നെ പ്രസവിക്കുന്നു. അതെ അല്ലേ?
അതൊക്കെ പ്രസവത്തിന് കൊണ്ടുവരുന്നു. വീട്ടിലേക്ക് വന്നു, പ്രസവിച്ച് വീട്ടിലേക്ക് തിരിച്ച് 7ാമത്തെ മാസമാണ് തിരിച്ചു പോയത്. പ്രസവത്തിന്റെ മറ്റു കാര്യങ്ങളും പ്രസവ ചെലവുകളും എല്ലാം സനീഷിന്റെ വീട്ടുകാർ നോക്കുകയൊക്കെ ചെയ്തോ? ഇല്ല, എന്റെ വീട്ടുകാർ തന്നെയാണ് നോക്കിയത്. വീട്ടിലേക്ക് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രസവം. എല്ലാവരും അച്ഛനും അമ്മയും പെങ്ങളും സനീഷേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പ്രസവത്തിനൊക്കെ. അപ്പൊ മരുന്നൊക്കെ മേടിച്ചൊക്കെ തന്നു. 10,000 രൂപ എടുത്തിട്ട് എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു. അപ്പൊ അതിനുള്ള മരുന്നുകളൊക്കെ 10,000 രൂപയ്ക്ക് മരുന്നൊക്കെ മേടിച്ചു. പക്ഷെ അത് വീട്ടിൽ ചേട്ടൻ്റെ അടുത്ത് 10,000 രൂപ വീട്ടിലേക്ക് പോകുമ്പോൾ അത് മേടിച്ചിട്ടൊക്കെ ഞാൻ പോയത്. പിന്നെ കുഞ്ഞിന്റെ നൂലുകെട്ടും കാര്യങ്ങളൊക്കെ അതിനൊക്കെ വന്നിട്ടുണ്ടോ? 90 നൂലുകെട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെല്ലാവരും വന്നു, കുഴപ്പമൊന്നുമില്ല, പോയി. വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. അതെ. അപ്പൊ അതിനുശേഷം എന്താ പറയാ, ഭാര്യയും വേണ്ട, കുഞ്ഞും വേണ്ട. ഇപ്പൊ തിരുപ്പൂര് ജോലി ചെയ്യുന്നുണ്ട് മൂപ്പര്. അവിടെ പോയി ഇപ്പൊ ഒരു അന്വേഷണമില്ല, കുഞ്ഞിനെ ഒന്നും അന്വേഷിക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ അദ്ദേഹം തിരുപ്പൂർ തന്നെയാണോ? അതെ. ഇടുക്കിയിൽ വേറെ ജോലിയൊന്നും ചെയ്തില്ല? ഇല്ല. അതിന് കുറച്ച് കല്യാണം കഴിഞ്ഞ് കുറച്ച് ഒരു 3 മാസത്തോളം 2 മാസത്തോളം അവിടെ ഈ തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകുമായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീം കമ്പനിയിൽ പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അവിടെ വളരെ തുച്ഛമായ ഒരു ശമ്പളമായിരുന്നു, ഒരു 3,500 രൂപയോളം. എവിടെ? ഇടുക്കിയിലോ? ഇടുക്കിയില് എന്താണ്, ഏറ്റുമാനൂര്. അപ്പൊ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ തുച്ഛമായ ശമ്പളമല്ല, ഒരു 3,500 രൂപയോളം സാലറി ഉള്ളായിരുന്നു. അപ്പം അവരുടെ ചെറിയ പെങ്ങള് അതിനിടയിൽ ഗർഭിണിയായിരുന്നു. അവളെ കൂട്ടിയിട്ട് വരാറായി. എനിക്കും പോകണം. അപ്പോൾ പ്രസവത്തിന് പോകണം. അപ്പോൾ എല്ലാം ചിലവ് ഒരുപാട് വരികയാണ്. അപ്പോൾ ഈ ശമ്പളം കൊണ്ട് നമുക്ക് തികയില്ലല്ലോ, വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞതിന് എൻ്റെ ആ ദേഷ്യമാണോ എന്തോന്ന് എനിക്കറിയില്ല. അതിനുശേഷം മുമ്പ് എൻ്റെ അടുത്ത് അധികം സംസാരിക്കാറില്ല, ഫോൺ ചെയ്യാറില്ല. അല്ല, അത് അപ്പോ അദ്ദേഹത്തിന്റെ വരുമാനം അത് പോരാന്നൊക്കെ പറഞ്ഞൊരു കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവും. നമുക്ക് തികയത്തില്ല, കുറെ കൂടെ വരുമാനം വേണം, ഈ ജോലി വേണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു ഇൻസൾട്ടായിട്ട് തോന്നിയതായിരിക്കാം. അന്ന് തന്നെ വൈകുന്നേരം ഇവിടെ ഏറ്റുമാനൂർ പോകണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ അന്ന് ഞങ്ങളോടൊന്നും പറയാണ്ട് നേരെ തിരുപ്പൂര് പോയി. അവിടെ പോയിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞവരെ ഇല്ല. നേരെ അവിടെ പോയി ഏറ്റുമാനൂര് അവിടുന്ന് ബാഗും ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് തിരുപ്പൂര് പോയിരിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് രാത്രി വിളിച്ച് അമ്മയുടെ അടുത്തൊക്കെ വിളിച്ചിട്ട് ഭയങ്കര പരാതി. അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ഞാൻ എന്താ ചെറുപ്പം മുതൽ ഞാൻ കഷ്ടപ്പെടുന്നതല്ലേ, എനിക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സാധാരണമായ ഒരു കാര്യം, ഒരു കുട്ടി പ്രസവത്തിന് വീട്ടിൽ പെങ്ങളെ എന്നെ പോലെ തന്നെ അവരും. അപ്പോൾ വന്ന് അവരെ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ നോക്കണ്ടേ, ഒറ്റയ്ക്ക് പണിയെടുത്തത് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് ഉദ്ദേശിച്ചിട്ട് ഏതായാലും ഈ ശമ്പളം തികയില്ല, ഒന്നിനും തികയില്ല. വീട്ടിൽ ചെലവിന് പോലെ 3,500 ഒരു മാസം 2 മാസം തികയും. ഒരു കുട്ടി പ്രസവത്തിന് പെട്ടെന്ന് എന്തെങ്കിലും ആവാം, ഒന്നുകിലും ഓപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ നോർമലാകും. എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് കരുതിയിരിക്കുന്നത് നല്ല തന്നെയാണല്ലോ. അപ്പോൾ ഇതിനും കണ്ടി ഒരു 3,500 ഒരാൾക്കാർ പണിയെടുത്ത ഒരു 500 രൂപ ഡെയിലി ശമ്പളം ഉണ്ടെങ്കിലും കൂടെ കാശ് കയ്യിലുണ്ടാവുമല്ലോ. അത് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അത് അവർ തെറ്റിദ്ധരിച്ചതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. അതിനുശേഷം അധികം ഇങ്ങനെ എന്നോട് വിളിക്കാറില്ല, സംസാരിക്കാറില്ല. പിന്നെ ഒരു വീട് ലോൺ എടുത്ത് വീട് പണിതിട്ടുണ്ട്, അമ്മയുടെ പേരിലാണ്. ഇത് തീരെ സംസാരിക്കാറില്ലേ? ഇല്ല, വരാറില്ല. വീട്ടിലേക്ക് വരാറില്ല. പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ വന്ന് താമസിക്കാറില്ല. കാലത്ത് രാത്രിയിലെ ട്രെയിനിൽ കയറി വരും, കാലത്ത് വന്ന് വീടെത്തും. ഒരു 10-12 മണിയാകുമ്പോഴേക്കും പോകും. അത് ഇപ്പൊ ഇതുവരെയും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്റെ നാട്ടിലേക്ക് വരുന്ന വരെയും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ. എപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്? ഞാൻ വന്നിട്ട് 3 വർഷമായി. 3 വർഷമായിട്ട് ഇപ്പൊ പാലക്കാട് താമസിക്കുന്നത്. ആദ്യം 3 വർഷം അവരുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. മോൻ എത്ര വയസ്സായി? 6 വയസ്സ്. 5 വയസ്സ് കഴിഞ്ഞു. 5 വയസ്സ് കഴിഞ്ഞു. പിന്നെ കൊച്ചിനോട് വലിയ താല്പര്യമൊക്കെ? ഒരു താല്പര്യമില്ല, ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യില്ല മാഡം. എനിക്ക് അതാണ് ദുഃഖം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ എൻ്റെ വായിന്ന് എന്തെങ്കിലും തെറ്റുമാറ്റി ശരി സമ്മതിച്ചു, ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കാം അവർക്ക് വേണമെങ്കിൽ. പക്ഷെ കുഞ്ഞ് അവൻ എന്ത് ചെയ്തു, എന്ത് തെറ്റ് ചെയ്തു, അവൻ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഒരു കുഞ്ഞിനെ അന്വേഷിക്കാത്ത ഒരു അച്ഛനോ? അവൻ എന്ത് വേണം എന്ത് വേണ്ട എന്ന് ഇപ്പൊ ആ പ്രായമല്ലേ കുഞ്ഞിന്. ഈ പിന്നെ പാലക്കാടോട്ട് കുട്ടി ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം എന്തോ വഴക്കിട്ടാന്നോ വന്നത്? വഴക്ക് എന്ന് പറഞ്ഞാൽ കടമുണ്ട്, വീട് കയറ്റി എൻ്റെ ഒരു 1.5 ലക്ഷം രൂപയോളം അങ്ങനെ കടമുണ്ട് എന്നൊക്കെ പറയണ്ടേ. ഇടുക്കിയിൽ ഒരു വീട് വെച്ചു. അതെ, ചെറിയൊരു ലോൺ വീടാണ്, പഞ്ചായത്തിൽ നിന്ന് ലോൺ കിട്ടിയ വീടാണ്. അപ്പോൾ അതിന് ഒരു ചെറിയ തുക കടം ഉണ്ടാകാം. ഒരു വീട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ സ്വരൂപിച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ആരും. അപ്പം അതിൻ്റെതായ ചെറിയ കടങ്ങളുണ്ട്. അപ്പോൾ അത് ആ കടമാണെന്നാണ് പറയുന്നത്. നമ്മളെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ
എനിക്ക് കടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോണത്. വന്നിട്ട് വീട്ടിലൊന്നും താമസിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ എന്ത് പണിയാണ് ഇങ്ങനെ പണിയെടുക്കണം? ഒരു കുട്ടിയുടെ അടുത്ത് വന്നാൽ ഒരു മിനിറ്റ് ഇരിക്കാൻ സമയമില്ലാണ്ട് പോണെങ്കിൽ ഇത്രമാത്രം പണിയെടുത്തിട്ട് ഒട്ടും ഒട്ടും തീരണമില്ല. ഈ പണിയെടുക്കണമുണ്ട്, വീട്ടിലോട്ടും വരണമില്ല, ചിലവിന് ഒട്ടും കൊണ്ട് തരില്ല. 1 രൂപ പോലും എൻ്റെ കൈക്കൊണ്ട് തരാറില്ല. എന്ത് ചെയ്യണമെന്നൊന്നും അന്വേഷിക്കില്ല. നിന്നെ നോക്കാൻ അവിടെ അച്ഛനും അമ്മയില്ലേ, അവർ നോക്കും എന്നാ പറയണം. അച്ഛനും അമ്മയും നോക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കഴിച്ചിട്ട് അവിടെ കൊണ്ടുപോട്ടെ. മോനോടൊരു സ്നേഹവും മോനോടൊന്നും ഇല്ല. ഒന്ന് ഫോണിലൊന്നും അന്വേഷിക്കില്ല മേഡം. ഇന്നത്തെ കാലത്ത് ആരുടെ അടുത്തും ഫോണില്ലാത്തൊരു ഇതാണോ? എന്റെ അടുത്ത് ഫോണിൽ ഈ വരുമാനം ഇല്ല എന്ന് പറഞ്ഞതൊരു ഭയങ്കര അപമാനമായിട്ടങ്ങ് തോന്നി. അപ്പൊ എന്നാ പിന്നെ ഞാൻ പണിയെടുത്തോണ്ടിരിക്കാം, ആ ജീവനാന്തം ഞാൻ പണിയെടുത്തോണ്ടിരിക്കാം, നിനക്ക് കാശുണ്ടാക്കുന്ന ഒരുത്തന്നെ മതിയല്ലോ എന്നൊരു തോന്നൽ അങ്ങനെ ആയിപ്പോയി. പറഞ്ഞത് നല്ലതിന് വേണ്ടിയാണെന്നോ നമുക്ക് വേണ്ടിയാണെന്നോ അതുള്ള തോന്നലല്ല, വേറൊരു രീതിയിലാണ് അദ്ദേഹം ധരിച്ചു പോയത്. പക്ഷെ കുഞ്ഞിനോടുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. അവരുടെ അച്ഛനും അമ്മയും അപ്പോഴും നിങ്ങളത് പറഞ്ഞിട്ടില്ലേ ഈ കാര്യമൊക്കെ? അവർക്കും അറിയാമല്ലോ ഇങ്ങനെ കാണുന്നതല്ലേ, അവരും കാണണല്ലേ, എന്നും എല്ലാവരും കൂടി ഒപ്പമല്ലേ താമസിക്കുന്നത്, അവരും കാണണല്ലേ. മോനിങ്ങനെ വരുന്നുണ്ട്, കാലത്ത് വരുന്നുണ്ട്, 10 മണിയാകുമ്പോഴേക്കും വരുന്ന സമയത്ത് പെങ്ങളുടെ അടുത്ത്, അവരുടെ റോഡ് സൈഡാണ് വീട്. അപ്പോൾ അവിടെ വന്ന് കുളിയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരുള്ളൂ. അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കും, ഒന്നും എൻ്റെ അടുത്ത് ഒന്നും മിണ്ടില്ല. വരും, ആരോ വിരുന്ന് ആരെങ്കിലും നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് പോകുന്ന പോലെ വരും. കുറച്ച് നേരം സമയം കഴിഞ്ഞും ഞാൻ കൊണ്ട് പോകും. ആ പോകുമ്പോഴാണ് ഞാൻ പോണു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണം. പിന്നെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ കടം തീർക്കാനുണ്ട്, എൻ്റെ കുറച്ച് ഗോൾഡ് എന്തെങ്കിലും വേണം. അപ്പം എന്തിനാ കടം വാങ്ങിയെന്ന് പറയില്ല, എപ്പോൾ വാങ്ങിയെന്ന് എനിക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് പറയില്ല. പക്ഷെ അത് വീട്ടാനായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വീട് വെക്കുമ്പോൾ എന്തായാലും വേണമല്ലോ, അപ്പം എനിക്കും കൂടി ആവശ്യം കൂടിയുള്ള ആണല്ലോ വീട് കിട്ടണം. എനിക്കും എൻ്റെ മകനും ആവശ്യപ്പെട്ടതാണല്ലോ. എന്നിട്ട് ഞാൻ കുറേയൊക്കെ അങ്ങനെ കൊടുത്ത് ലാസ്റ്റ് വന്നിട്ട് താലിമാല ഒരു ദിവസം വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കൊടുക്കാമായിരുന്നു മേഡം. പക്ഷെ ഇയാൾ ഇങ്ങനെയാണ് സ്വഭാവം, ഒന്ന് വിളിച്ചു പോലും അന്വേഷിക്കില്ല. വരുന്ന എപ്പോഴെങ്കിലും 1-2 മാസം കൂടുമ്പോൾ ഒരു ദിവസം വരും. ആ കുഞ്ഞിന് ഒരു മിഠായി പോലും മേടിച്ചുകൊണ്ട് കൊടുക്കാറില്ല. പണിയെടുക്കുന്നുണ്ട്, കട ഒട്ടും വീടില്ല. അവിടെ നിന്ന് തിരുപ്പൂരിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ആൾക്കാർ അവൻ കടം വാങ്ങിയിട്ട് അവൻ്റെ ഫോൺ നമ്പർ അവൻ അവിടെ നിന്ന് ഇട്ടിട്ട് മുങ്ങിയിരിക്കുകയാണ്, ഞാൻ അവനെ കണ്ടാൽ തല്ലി കൊന്നു കളയും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും കടം എല്ലാവരുടെയും നിന്ന് പൈസ മേടിക്കുക, അവിടെ നിന്ന് പോവുക. അങ്ങനെയുള്ളൊരു ക്യാരക്ടർ. എന്താ ഈ പൈസകൾ എന്താ ചെയ്യുന്നത്? അത് നമ്മൾക്ക് ചോദിക്കാൻ പാടില്ല. പിന്നെ കൂടെ ഒരു കുട്ടി, ഇപ്പോൾ കുട്ടിയല്ല, ഒരു 10-27 വയസ്സായ ഒരു ചെറുക്കനാണ്. അവൻ്റെ കൂടെ ഉണ്ട്, ഇപ്പോൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കൂടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവൻ വന്നതിന് ശേഷം ഒട്ടുമില്ല ഞങ്ങളോട് സ്നേഹം. എന്താ ഇയാളുടെ പേര്? സഞ്ജയ് എന്നാണ്. എത്ര നാളായിട്ട് ഇയാളുടെ കൂടെ? എനിക്ക് ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം അവൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും കൂടെ ഉണ്ട്. ഈ 4 വർഷത്തോളം മേലെയായി കൂടെ ഉണ്ട്. അവർ രണ്ടുപേരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഇവിടെ തിരുപ്പൂരാണ് താമസം. അയാളുടെ കുടുംബമോ കാര്യങ്ങളോ ഒക്കെ ഇല്ല. അത് ചെറുപ്പത്തിനെ വീട് വിട്ട് വന്നാണെന്നാണ് പറഞ്ഞത് ആദ്യമൊക്കെ. പിന്നെ എന്താണ്, വീട്ടുകാരും ഇല്ല, ഇനി അമ്മ മരിച്ചുപോയി, ആദ്യത്തെ അമ്മ മരിച്ചുപോയി, രണ്ടാം അമ്മ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ കുഞ്ഞിലെ ഓടി വന്നാണെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ നിന്നിട്ട് കുറേ നാളൊക്കെ കഴിയുമ്പോൾ ഇല്ല, വീട്ടിലേക്ക് ഞാൻ വിളിക്കാറുണ്ട്. അവൻ്റെ അപ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ അങ്ങ് വീട്ടിലേക്ക് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവര് തങ്ങളുള്ള പെരുമാറ്റത്തിൽ ഒരു സ്വാഭാവികമല്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണോ? അങ്ങനെ ഞാനങ്ങനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല, കാരണം ഇവിടെ വന്ന് താമസിക്കാറില്ല. പക്ഷെ ആ കുട്ടീനെ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിക്കുന്നു മേഡം. ഇവിടെ മാസങ്ങളോളം ഈ വീട്ടിൽ നിർത്തിയിട്ട് പോവാണ്. അതെ, അവൻ മാസങ്ങളോളം ഈ വീട്ടിൽ താമസിക്കും. അവിടെ വെറുതെ ഇരിക്കും. അവിടെ കടയ്ക്കൊക്കെ ഒന്ന് പോണെങ്കിൽ ഒരു 2 കിലോമീറ്ററോളം മോളിൽ നിങ്ങൾ താഴെ ഇറങ്ങി പോണം. ഹിൽസ് അല്ലേ. അപ്പോൾ അച്ഛന് കാലത്തിരി വയ്യായികയുണ്ട്, കാലുവേദന ഉണ്ട്. അപ്പൊ അച്ഛനെ കൊണ്ട് എപ്പോഴും നടന്നു പോകുന്നില്ല. അമ്മയ്ക്ക് പണിക്ക് പോകുന്നവരാണ്. അപ്പൊ ഈ ചെറുക്കനെ ഇങ്ങനെ വിടാനും അവന് വെള്ളം കടയിൽ പോകാനും വെള്ളം ചുമന്നൊക്കെ കൊണ്ടുവരണം. അവിടെ നിന്ന് വെള്ളം അധികം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതിനൊക്കെ ആയിട്ട് അവൻ അവിടെ നിന്നോളും. അപ്പൊ അവര് തങ്ങളുടെ സ്വാഭാവികമല്ലാത്ത ബന്ധം കൊണ്ടെങ്കിൽ അയാളുടെ കൂടെ താമസിപ്പിക്കും. അപ്പൊ വീട്ടിലൊരു സഹായമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ അയാളില്ലാത്ത സമയത്ത്, നിങ്ങളുടെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വയ്യാത്ത അച്ഛന് മല കയറി വരാനും പോകാനും ഒന്നും പറ്റൂല. അപ്പൊ അതിനൊക്കെ ഒരു സഹായവും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ വിശ്വാസമുള്ള ഒരാളായിട്ട് ശരി, ഞങ്ങൾ അതിനെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചൊന്നുമില്ല. പക്ഷെ ഇപ്പൊ തിരുപ്പൂരിന്ന്
ഒരു നാലഞ്ച് പേരായി അവരുടെ കൂടെയൊക്കെ താമസിച്ച ആൾക്കാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നു അവർ തെറ്റായ രീതിയിലാണ് നടക്കുന്നത്, പോലീസ് കണ്ടാൽ പിടിച്ചിട്ട് പോകും അവരിനെ, അങ്ങനെയാണ് അവരെന്തോ പേര് പറഞ്ഞു. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല, അതെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. ആ ചക്കൻ കൂടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരാത്തതെന്ന് തോന്നുന്നു, അങ്ങനെയാണ് അവരങ്ങോട്ട് നടക്കണത് എന്നൊക്കെ. പക്ഷെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ സംശയിക്കാനും പറ്റില്ല. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല നമ്മൾ. പക്ഷെ അയാളില്ലാത്ത വീട്ടിൽ അയാളൊരു ആളിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു, അയാൾ ആ വീട്ടിൽ താമസിക്കുന്നില്ല, നിങ്ങൾ തങ്ങൾ ശാരീരികമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആ ഒരു കുട്ടി ആയതിനു ശേഷം പിന്നെ ഇല്ല, ഇതുവരെ ഒരു ബന്ധവും ഇല്ല. ചെലവുകളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടോ വീട്ടിലുള്ള? ആര് ചെലവ് നോക്കണം? മൂപ്പരൊന്നും കൊണ്ട് തരില്ല, ഒന്നും തരൂല. എങ്ങനെ കഴിഞ്ഞു പോകുന്നു അവിടെ? അമ്മയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ വന്നിട്ട് ഞാൻ 3 വർഷത്തോളായി, അതുവരെ നോക്കിയത് അമ്മയാണ്. ഈ ഒരു പ്രശ്നം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ പാലക്കാട് പോയേ? പ്രശ്നം സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ഒരു ദിവസം വന്നിട്ട് അവനും കൂടെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സനീഷ് വന്നിട്ട് തൊട്ടപ്പുറത്ത് ചിറ്റപ്പൻ്റെ വീടാണ്, അവരുടെ അവിടെ പോയിരുന്നിട്ട് ഇവനെ പറഞ്ഞു വിട്ടിട്ട് താലിമാല ഉരുത്തി തരാൻ പറയും എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ആ സഞ്ജയ് പറഞ്ഞ ചെറുക്കൻ. അപ്പോൾ അവൻ വന്നിട്ട് അണ്ണി എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ മാല ഉരുത്തേരി ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഒപ്പിട്ട് തരാം, ഞാൻ കുറച്ച് മാസം കഴിഞ്ഞാൽ ഞാൻ എടുത്തു തരാം, ചേട്ടാ ഇല്ലെങ്കിൽ കിഡ്നി വിൽക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ താലിമാല ചോദിക്കാൻ എൻ്റെ കെട്ടിയവനുണ്ടല്ലോ, നീ ആരാണ് വന്ന് ചോദിക്കാൻ? ഇല്ല, എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞാണ്. ഞാൻ എന്തായാലും ഞാൻ എടുത്തു തരാം, ചേട്ടാ എടുത്ത് തന്നില്ലെങ്കിലും ഞാൻ എടുത്തു തരാം, ഞാൻ ഏത് പേപ്പറിലാണെങ്കിലും വേണമെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ നിൻ്റെ കാര്യം നോക്കിക്കോ, എൻ്റെ ഭർത്താവിൻ്റെ ആവശ്യം നിറവേറ്റാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനൊക്കെ വഴക്ക് പറഞ്ഞാണ്. പക്ഷെ അവൻ എന്ത് പറഞ്ഞാലും വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൂടെ തന്നെയാണ്, ഇപ്പോഴും കൂടെ തന്നെയാണ്. ഇല്ല, ഞാൻ കൊടുത്തില്ല. കാരണം എന്നെയോ കുഞ്ഞിനെയോ അന്വേഷിക്കുകയോ നന്നായ രീതിയിൽ നോക്കുകയോ ചെയ്തതാണെങ്കിൽ ഞാൻ കൊടുത്തേനെ. അപ്പൊ ഇദ്ദേഹം ഈ ഒരു 3 വർഷത്തിന് മുൻപ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നു, അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് വിട്ടതാണോ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങി? ഇല്ല, അദ്ദേഹത്തിനോട് യാതൊരു ഇങ്ങോട്ട് എന്നെ വിളിക്കാറേ ഇല്ല. പിന്നെ അമ്മനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, അമ്മനെ വിളിച്ച് സംസാരിക്കും, അങ്ങനെ വെക്കും. കുഞ്ഞിനെ ഒന്നും ചോദിക്കുകയോ എന്നെ ഒന്നും ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വെക്കും. പിന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ ചേച്ചിക്ക് സുഖമില്ലായിരുന്നു, എൻ്റെ 3ാമത്തെ ചേച്ചിക്ക് തൈറോയിഡിൻ്റെ അസുഖം, ഓപ്പറേഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോകണം, ഒന്ന് പറയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുന്നത്? എനിക്ക് വിളിച്ചിട്ടൊന്നും കിട്ടണില്ല, അങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ല, ഫോണില്ല. പിന്നെ ആരുടെങ്കിലും ഫോണിൽ നിന്നാണ് ഒന്നും കൂടി വിളിക്കണമെന്ന് തോന്നുന്നു. വീട്ടിൽ നിന്ന് എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അടിമാലി വരെ വന്നിട്ട് അമ്മ അവിടെ നിന്ന് ഞങ്ങളുടെ കൂടി അയച്ചു തന്നു. കൂടി അയച്ച ഒരുപാട് അവർ ഞാൻ പറഞ്ഞു, അങ്ങനെ വിളിയും പറയിച്ചതൊന്നുമില്ല. ഞാൻ അതുവരെ ആരുടെ അടുത്തും ഒന്നും പറഞ്ഞില്ല വീട്ടിൽ. പറഞ്ഞില്ല. പക്ഷെ അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഇയാള് വരുന്നുമില്ല, പോകുന്നില്ല, ഒന്നുമില്ല, നിങ്ങളുടെ വീട്ടിലൊരു ആവശ്യത്തിന്. ഞാൻ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, അച്ഛൻ എങ്ങനെയാണല്ലോ, എന്താ ഞാൻ ചെയ്യണ്ടി, ഇങ്ങനെ ചിലവൊക്കെ, അതിനെന്താ അവൻ നോക്കിയില്ലെങ്കിൽ എന്താ ഞാനില്ലേ ഇവിടെ നോക്കാൻ എന്ന് പറഞ്ഞിട്ട്. അതാ അദ്ദേഹത്തിന്റെ ഒരു നല്ല മനസ്സാണെന്ന് വിചാരിക്കാം. ഭർത്താവ് നോക്കുക എന്ന് പറയുന്നതാണല്ലോ ഒരു ആഗ്രഹം, വലിയ ആഗ്രഹം. അപ്പൊ എന്തായാലും അമ്മ സ്നേഹമായിട്ടും ഉത്തരവാദിത്തമായിട്ടും കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളുടെ കൂടെ പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്റെ അടുത്ത് പറയാണ്ടല്ലോ അവള് പോയത്, അവൾ അവിടെ ഇരുന്നോട്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് കുറേയൊക്കെ ഞാൻ നോക്കി വിളിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നാലെങ്കിലും കുട്ടിനെ ഒന്നും അന്വേഷിക്കാണ്ടിരിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറച്ച് 2-3 മാസമൊക്കെ ഞാൻ നോക്കി. ഒരു വിളിയിലും ഒരു അന്വേഷണവും ഇല്ല, ഒരു ഒറ്റ അന്വേഷണവും ഇല്ല. ഇപ്പൊ ഈ 3 വർഷമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വിളിക്കാറുണ്ടോ? മോനെയോ ഒക്കെ വിളിക്കാറുണ്ടോ? നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കാറുണ്ടോ? ആരും വിളിക്കാറില്ല. ഈ 3 വർഷമായിട്ട് അദ്ദേഹം വിളിച്ചിട്ടേ ഇല്ല. അതിന്റെ ഇടയിൽ 2-3 മാസം കഴിഞ്ഞപ്പോ ഞാൻ അമ്പിളി പറഞ്ഞ അവരുടെ ചെറിയ പെങ്ങളാണ്. അപ്പോൾ അവളെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്പിളി ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ അവിടെ വന്ന് ജീവിക്കണേ? അച്ഛനും അമ്മയും നോക്കട്ടെ വേണ്ടിട്ട് ഞാൻ അവിടെ വന്ന് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഒന്നാമത് ആ ഏരിയയിൽ എനിക്ക് പണിയെടുക്കാൻ പോകാനും കൂടി എന്നെ കൊണ്ട് ആകില്ല. അപ്പോൾ ഞാൻ ഒന്നുകിൽ അങ്ങോട്ട് വരാൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് അവരുടെ സനീഷിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് അവൾ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ വെട്ടി കൊന്നു കളയാൻ പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ. അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ സാർ ഇങ്ങനെ പറയണു, കുട്ടിനെയും പെണ്ണിനെയും നോക്കാത്തത് കൊണ്ടല്ലേ ഞാനിങ്ങനെ പറയുന്നത്, അതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലല്ലോ, എനിക്കിവിടെ വന്ന് വരേണ്ട പരാതി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിട്ട് പറഞ്ഞപ്പോൾ അവരുടെ ചിറ്റപ്പനും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ പോലീസുകാരെ വിളിപ്പിച്ചിട്ട് അവർ 2 പേരും വന്നു.
വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പോൾ ഒന്നും പറയില്ല, തെറ്റ് മൂപ്പരുടെ ഭാഗത്താണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ നീ എന്താണ് അങ്ങനെ നടക്കണത്, നിനക്ക് വേറെ വലിയ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അവര് ചോദിച്ചു. അപ്പൊ അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ അങ്ങനെയൊന്നും നടക്കില്ല, എനിക്ക് തെറ്റ് പറ്റിയതാണ്, ഞാൻ അങ്ങനെ ശരിയാ, ഞാൻ അവളെ കൂട്ടിയിട്ട് തിരുപ്പൂര് കൊണ്ടുപോക്കണം, അവിടെ കൊണ്ടുപോയി കൂടെ താമസിപ്പിക്കും, ഭാര്യയും കുട്ടിനെ നീ എവിടെയെങ്കിലും വിട്ടിട്ട് അമ്മ നോക്കട്ടെ അച്ഛൻ നോക്കട്ടെ വേണ്ടാണ്ടാ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വഴക്കൊക്കെ പറഞ്ഞു. അവിടുത്തെ ഒരു മാഡം ഒക്കെ അങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ആഴ്ചയിൽ വരുന്നുണ്ട്, ചിലവിന് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. തനിയെ നിർത്തി ചോദിച്ചപ്പോൾ, എന്നിട്ട് എന്നെയും കൂടി വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല മാഡം അങ്ങനെയൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഇവൻ അങ്ങനെയാണല്ലോ പറഞ്ഞത് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഇല്ല സത്യമായിട്ട് അങ്ങനെ എനിക്കൊന്നും 1 രൂപ പോലും എൻ്റെ കൊണ്ട് തരാറില്ല, വീട്ടിൽ കൊണ്ടുവരാനേ പൈസ ഇല്ല, പിന്നെ എങ്ങനെ എൻ്റെ കൊണ്ട് തരുന്നത്, വെറുതെ വരും. മിഠായി പോലും ഒരു കുഞ്ഞുണ്ട്, അതിനൊരു മിഠായിയോ ബിസ്ക്കറ്റോ മേടിച്ചിട്ട് വരാൻ പോലും പൈസ ഉണ്ടായില്ല. തിരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ അമ്മയുടെ അടുത്ത് ബസ് ചാർജ് മേടിച്ചിട്ട് പോകും. അപ്പോൾ എന്താ അവിടെ പണിയെടുക്കണം, എന്താ കടം വീട്ടണം, എന്നിട്ട് കടം വീട്ടാണ്ട് അവിടുന്ന് ആൾക്കാർ വിളിച്ച് എൻ്റെ അടുത്ത് പറയാം, എനിക്ക് ഓണറമ്മൻ്റെ അവിടെ നിന്ന് ഒരു 75,000 രൂപയോളം മേടിച്ചിട്ട് അവിടുന്ന് പോയിരിക്കുകയാണ്, പിന്നെ അവൻ്റെ ഫോൺ നമ്പർ എനിക്ക് എടുത്താൽ അല്ലെങ്കിൽ ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞു. പോലീസുകാർ കോംപ്രമൈസ് ചെയ്ത് വിട്ടിട്ട് അദ്ദേഹം ശരിയായി വന്നു. എന്നിട്ട് അത് ഒരാഴ്ച അവര് പറഞ്ഞ പോലെ നിന്നു. തിരുപ്പൂര് പോയി താമസിച്ചു. ഇല്ല, എന്നെ കൂട്ടിട്ട് പോയില്ല, അവിടെ റൂം വേറെ എടുക്കട്ടെ, എന്നിട്ട് 2 പേരും കൂടിയിട്ടല്ലേ താമസം, 2-3 പേര് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വേറെ റൂം എടുത്തിട്ട് നിന്നെ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു. അപ്പോൾ അവിടെ ഒരു തൃശ്ശൂരിലെ ഫാമിലി അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു, ആ കുട്ടി അവിടെയാണ് പഠിക്കുന്നത്. അപ്പൊ അവരുടെ എക്സാം കഴിഞ്ഞ് അവർ ആ റൂം കാലി വെക്കിറ്റ് ചെയ്യാണ്. അപ്പൊ കൂട്ടിട്ട് പോവാ, നീ വന്ന് പറഞ്ഞാൽ മതി, അവിടെ റൂം നീ വന്ന് പറഞ്ഞാലാണ് അവർ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചേട്ടനെയും കൂട്ടിയിട്ട് തിരുപ്പൂര് പോയി അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവര് കാലിയാകുമ്പോൾ നിങ്ങൾ വന്നോളി എന്നൊക്കെ പറഞ്ഞാണ്. എക്സാം കഴിഞ്ഞിട്ടുമില്ല, അവര് പോയിട്ട് 3 മാസം 4 മാസം കഴിഞ്ഞിട്ടും ആ റൂം അവർക്ക് കിട്ടിയിട്ടില്ല എന്നാ പറയണത്, എടുത്തിട്ടില്ലെന്നാ. പക്ഷെ അവിടുത്തെ അവരിൻ്റെ കൂടെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവർ ആ റൂം എടുത്തിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി, നീ വേറെ വേണമെങ്കിൽ വന്ന് നോക്കുക, ആ ചെക്കനെ കൂടെ ഉള്ള ചെറുക്കനെ പറഞ്ഞു വിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾ താമസിച്ചു, വെറുതെ നിങ്ങളുടെ ജീവിതം കളയാൻ നോക്കണ്ട, ഭാവി കളയാൻ. ഞാൻ പറഞ്ഞു ഏട്ടാ നിങ്ങൾ വിളിച്ചതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ അവിടെ, ഭാര്യനും കുഞ്ഞിനും വേണം, അത് പറഞ്ഞ് ഒപ്പ് ശരിയാക്കിയിട്ടാണല്ലോ അങ്ങോട്ട് വന്നത്. ഇനിത് ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടും വീട്ടുകാർ പറഞ്ഞിട്ടും നാട്ടുകാർ പറഞ്ഞിട്ടും അറിയാത്തവരുടെ കൂടെ ഞാൻ എങ്ങനെ വന്ന് ഞാൻ ജീവിക്കണേ. വീണ്ടും രണ്ടാമത് പിന്നെ കേസ് കൊടുത്തായിരുന്നു? വേറെ എവിടെയും കൊടുത്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നിട്ടും പിന്നെ അങ്ങനെ വന്നിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. ഇല്ല, പിന്നെ ആ ചിറ്റപ്പനാണ് ചിറ്റപ്പൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക്. അവരെ ഒപ്പിട്ട് നീ എന്തിനാ അവിടെയൊക്കെ വരാൻ പോയത് പോലീസ് സ്റ്റേഷനിലേക്ക്, എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞാണെങ്കിൽ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടായില്ലേ അവനെ എന്നൊക്കെ പറഞ്ഞു. ചിറ്റപ്പ എന്നാൽ ശരി, ഞാൻ ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞു. ഇയാൾ പോയിട്ട് ഒരാഴ്ച ഓരോ ദിവസം അങ്ങനെ വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ 10 ദിവസം 15 ദിവസം വിളിക്കേ ഇല്ല, ഒന്നും അന്വേഷിക്കില്ല. അപ്പോൾ ഞാൻ ചിറ്റപ്പനെ കൊണ്ട് വിളിച്ചിട്ട് ചിറ്റപ്പ അങ്ങനെയാണ് കാര്യങ്ങൾ, ഒന്നും അന്വേഷിച്ചെങ്കിൽ എന്ത് പോയി, എനിക്കൊന്നും കൊണ്ട് തരണ്ട, ഈ കുട്ടി എന്ത് ചെയ്യണമെന്നൊന്നും അന്വേഷിച്ചൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അങ്ങോട്ട് വിളിച്ചിട്ട് അയാളുടെ മകൻ അവിടെ ഇവരുടെ കൂടെ താമസിക്കേണ്ട, അവിടെ എന്തോ പഠിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ അവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ അവിടെ ഇവിടെ വിളിച്ച് പരാതി പറയണേ, എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ട്, അതൊക്കെ നിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ എന്നായി. ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഭാര്യ എന്തിനാണ്, ഭാര്യൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരുടെ അടുത്താ പറയണേ, ഞാനിങ്ങനെ തന്നെ നടക്കുള്ളൂ, തൂക്കിക്കൊല്ലൊന്നും ഇല്ലല്ലോ, നീ കൊണ്ടുപോയി കേസ് കൊടുത്തോ പറയാ, ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ? ഇവിടെ വന്നതുകൊണ്ട് എന്താണ് ഗിരിജയ്ക്ക് വേണ്ടത്? ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടും അറിയാത്ത ഇയാളുടെ കൂടെ ഇനി ഞാൻ ജീവിക്കില്ല, എനിക്ക് ഡൈവോഴ്സ് ഒന്ന് മേടിച്ച് തരൂ, വേണ്ട, ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇരുന്നോളാം, ഇത്ര വരെ ഞാൻ ഇരുന്നില്ലേ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതി പെരുമാറുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള എന്താ, നിങ്ങളുടെ ഒരു അസസ്മെന്റ് വിലയിരുത്തൽ എന്താ? അദ്ദേഹം വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് കൊടുക്കാൻ പൈസ ഇല്ല, എൻ്റെ വീട്ടിൽ പാലക്കാട് വീട്ടിൽ വന്ന് ചോദിച്ചു 10-30,000 എനിക്ക് വേണം, എനിക്ക് കടമുണ്ട്, എനിക്ക് കൊണ്ട് വീട്ടണം. വിവാഹ സമയത്ത് പണിയെടുത്ത് നടക്കണം, അമ്മ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ അമ്മയുടെ? വിവാഹ സമയത്ത് അദ്ദേഹത്തിന് നിങ്ങൾ എന്തെങ്കിലും കൊടുത്ത സ്വർണത്തിനുള്ള സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നോ? അദ്ദേഹത്തിന് അത് ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരു 20,000 രൂപ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്വർണം ഒരു 11-15 കൊടുത്തിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് എന്താ വരുമാനം, ഏകദേശം ഒരു മാസം എന്ത് വരുമാനമുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം? നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ? തീർച്ചയായും പറ്റും, കാരണം ഞാൻ അവിടെ ജോലി ചെയ്തതുകൊണ്ട് എനിക്കറിയാം. എന്ത് വരുമാനമുണ്ട്? ഒരു 15,000 രൂപയ്ക്ക് മേലെ 15,000 രൂപയുടെ വരുമാനം ഉണ്ടെന്ന് ഉറപ്പാണ്? ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പൊക്കെ അല്ല, അവിടെയൊക്കെ
ശമ്പളങ്ങളൊക്കെ കൂടുതലാണ് അപ്പൊ എന്താ നിങ്ങളുടെ വിലയിരുത്തൽ എന്താ? എന്തുകൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങൾക്കൊരു സ്വയം ഒരു തീരുമാനം മനസ്സിലാകുന്നത് എന്താ? എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാവാം. ചോദിക്കുമ്പോൾ കൊടുക്കാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അതുകൊണ്ട് നിന്നെ വേണ്ട. പൈസ കൊടുക്കാൻ 1000 കൂടെ പോകും മാഡം. 10 രൂപ 1000 കൊടുക്കാൻ അവർ കൂടെ പോകും. അത് എത്ര കേടുകളാണ്. പക്ഷെ എന്താ അറിയോ, ഇയാള് പുകവലിക്കില്ല, മദ്യപിക്കില്ല, വേറെ ധൂർത്തൊന്നും ഇല്ലാത്ത ഇയാൾ ഈ പൈസയൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളതാണല്ലോ. ഞാനും അത് ചോദിച്ചു, നീ ആരാണത് ചോദിക്കാൻ? ഞാൻ എങ്ങനെ വേണമെങ്കിൽ നീ പോയി കേസ് കൊടുക്ക്. കൂടെയുള്ള ആ പയ്യനില്ലേ, അയാൾക്ക് ഇയാളെ സഹായിക്കോ ഭർത്താവിനെ? അയാള് പണിയെടുക്കുന്ന പൈസയും 2 ആളുടെ പൈസയും സനീഷ് തന്നെയാണ് മേടിക്കുന്നത് ഞാൻ പറഞ്ഞത്. ആ പയ്യൻ പിന്നെ ഉണ്ടാക്കുന്ന കാശും ഇയാളാണ് വാങ്ങിക്കുന്നത് എന്നാണ് പറയുന്നത്. അതെ അതെ, തീർച്ചയായും അയാൾ തന്നെയാണ് മേടിക്കുന്നത്. എന്നിട്ട് എന്റെ ചേട്ടൻ വിളിച്ച് അവനെ, നീ എന്തിനാടാ നീ അവനെ ഉപദ്രവിക്കുക? അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ അവന്റെ പൈസ ഞാനല്ല തിന്ന്, എന്റെ പൈസ അവനാ തിന്നുകൊണ്ട് നടക്കുന്നത്. ഞാൻ അങ്ങനെ നടക്കും? അപ്പൊ നിങ്ങളുടെ ചേട്ടൻ വിളിച്ചിട്ട് ആ പയ്യനോട് ചോദിച്ചു, എന്തിനാണ് വെറുതെ ഞങ്ങളെ ഉപദ്രവിക്കാൻ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ കാശൂടെ അയാളാ എടുക്കുന്നതെന്ന് പറയുന്നു. ഗിരിജയുടെ സഹോദരൻ കൃഷ്ണകുമാറും സഹോദരി പ്രേമയും വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് മനസ്സിലാവാത്ത അയാള് ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാള്, വളരെ സ്നേഹമായിട്ട് കല്യാണം കഴിച്ച് ആദ്യത്തെ 3 മാസം അവർ വളരെ സ്നേഹമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടിയും 3 വർഷം ആ വീട്ടിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭയങ്കര ഭീകരമായ പ്രശ്നങ്ങളൊന്നും അവർ തങ്ങളുള്ളതായിട്ട് നമുക്ക് അയാൾ ഉപദ്രവിക്കുവോ, മദ്യപിച്ച് 1 ദിവസം ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യനോ വൃത്തികേട് പറയുമോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇവര് തങ്ങളിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധം ഇല്ല. അയാൾ ഇങ്ങനെ ഒരു കുടുംബം ഉള്ളതായിട്ട് അയാൾ ഭാവിക്കുന്നതേ ഇല്ല. കൃഷ്ണകുമാറിന് എന്ത് തോന്നുന്നു, ഇത് എന്തായിരിക്കും എന്റെ കാരണം? അവര് തമ്മില് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഒരു 3 വർഷം. അന്ന് എന്തോ ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലാണ് വീട്ടിൽ വന്നത്. എന്ത് പ്രശ്നം അത്? എന്തോ കടമുണ്ട്, കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള. അത് തന്നെ, ആഭരണം വേണം, അത് വേണം, ഇത് വേണം. അപ്പൊ അവസാനം താലിമാല വരെ ചോദിച്ചപ്പോ അവർക്ക് ബുദ്ധിമുട്ടായി. ചേച്ചിയുടെ ഓപ്പറേഷനും കാര്യങ്ങളും. അതെ അതെ അതെ, അതിന് വേണ്ടിട്ടാണ് അവള് വന്നത് തന്നെ. അതിനുശേഷം പിന്നെ വരാനോ ശരിക്കും കാണാനോ കൂട്ടാക്കാനോ വന്ന് വിളിച്ചതും പിടിച്ചതും ഒന്നുമില്ല. ഇല്ല. അങ്ങനെയുള്ള പ്രശ്നം അത് അങ്ങനെ ആയി ഇവര് തമ്മില് അകലെ കൂടുതൽ ആരെങ്കിലും പോയി അന്വേഷിക്കോ പിടിക്കോ ചെയ്തോ? തിരുപ്പൂരെങ്ങാനും പോയിട്ട് എന്താ നീ വരാത്തത്, എന്താ കാര്യം എന്ന് വല്ലതും അന്വേഷിക്കാൻ പോയോ കൃഷ്ണകുമാർ? തിരുപ്പൂരൊന്നും പോയില്ല. അയാള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെന്നിട്ട് ആരെങ്കിലും 2-3 പേരെ വെച്ച് നീ എന്താ വരാത്ത, എന്താ കാര്യം, നിനക്ക് എന്താണ് പ്രശ്നം? നീ നിന്റെ ഭാര്യയും തങ്ങളിൽ എന്താണ് പ്രശ്നം? ഇങ്ങനെ ഒരു പെണ്ണിനെ നിങ്ങൾ ചെലവിന് കൊടുക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല, ആ കുഞ്ഞിന്റെ കാര്യം അന്വേഷിക്കുന്നില്ല. ഇതിപ്പോ വന്ന് വീട്ടിൽ നിൽക്കാൻ തുടങ്ങി ഇത്ര നാളെ, നിനക്ക് എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ ആരെങ്കിലും പോയോ? ചോദിക്കാൻ വേണ്ടി അവിടെ തിരുപ്പൂര് ആണെന്ന് പറഞ്ഞു. ഏത് സ്ഥലത്താണ് ഞങ്ങൾക്ക് കറക്റ്റ് വ്യക്തമല്ല. ഒരു 3 മാസം ഒരവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും പൈസ വാങ്ങും, അവിടെ നിന്ന് പോകും, വേറെ റൂമാകും. പിന്നെ നമ്മൾ എവിടെ വേണ്ട ഇത് തന്നെയായിരുന്നു. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല. അതിപ്പം എന്തായാലും ഗിരിജയ്ക്ക് ഏകദേശം ഇവിടെയാണോ അവിടെയാണോ എവിടെയാണോ അറിയാലോ. അല്ല മാഡം, ആദ്യം ഞങ്ങള് വിവാഹത്തിന് മുമ്പ് പണിയെടുത്ത അവിടെയല്ല അപ്പൊ താമസം. ഇത് വേറെ ഏതോ സ്ഥലത്താണ്, തിരുപ്പൂര് വേറെ ഏതോ സ്ഥലത്താണ്. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയി, ഞാനും ചേട്ടനും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, റൂം നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം അവര് അവിടുത്തെ ഹൗസ് ഓണർ അമ്മയുടെ അടുത്തു നിന്നും കുറച്ച് പൈസ വാങ്ങിയിട്ട് അവിടെ നിന്നും പോയിരിക്കുകയാണ്. ഇടുക്കിയിലെ വീട്ടില് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പോയിട്ട് എന്താണ് ഒരു പെണ്ണിങ്ങനെ ഇറങ്ങി വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും അന്വേഷിക്കുന്നില്ല, ഈ ഒരു പെണ്ണിനെയും കൊച്ചിനെയും ചെലവിന് കൊടുക്കുന്നില്ല, കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, ഇത് എന്താ പ്രശ്നം, നിങ്ങൾ ആരും ഇടപെട്ടത് എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങളൊന്ന് തീർക്ക്, അല്ലെങ്കിൽ ഞങ്ങളോട് ഇടപെടാം, എന്താ കാര്യം എന്ന് ചോദിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നാ ചോദിച്ചു ഞാൻ. ഇല്ല, ഞങ്ങൾ അത്രയും ദൂരെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ വരാനുള്ള ഒരു ബുദ്ധിമുട്ടും അതൊക്കെ ആയിരുന്നു. പിന്നെ ഇയാള് വിളിക്കുന്ന പോലും ഇല്ല, അങ്ങനെ എന്നെ വിളിക്കുന്നില്ല, എന്റെ കൊച്ചിനെ പോലും അന്വേഷിക്കുന്നില്ല. ഇയാളുടെ വീട്ടിൽ പിന്നെ എന്തിനും നമ്മൾ പോകുന്നത് എന്നാണ് അവള് ചോദിച്ചത്. അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതെ, എന്നോട് സ്നേഹം തീരില്ല. ഗിരിജ പറഞ്ഞ നിലപാട് ഗിരിജയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഇത്രയും ഒന്ന് ശ്രദ്ധ, ഒരു കുഞ്ഞായതിനു ശേഷം യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്നു പോകുന്നു, ഒന്നും ചെലവിന് നോക്കുന്നില്ല, കുഞ്ഞിനെ ഒരു വെറുപ്പാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കുടുംബത്തിലുള്ളവരുടെ ഉത്തരവാദിത്വം എന്നുള്ള നിലയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് ഇത്രയായി, അവർക്ക് എന്താണ് അവളുടെ പ്രശ്നം, കാര്യങ്ങൾ നല്ലതോ ചീത്തയോ വേണോ വേണ്ടയോ നേരിട്ട് പോയിട്ട് നിങ്ങൾ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. കാരണം ആ അമ്മ വളരെ ഉത്തരവാദിത്തമായിട്ട് ബസ് കയറ്റി വിട്ട സ്ത്രീയാണ്. ഒരു വീട്ടിൽ നാളെ വന്ന് അല്ലാതെ ഇറക്കി വിട്ട് നീ പറഞ്ഞ പൊക്കോ എന്ന് പറഞ്ഞ സ്ത്രീയല്ല. അപ്പൊ ആ വീട്ടിൽ ചെന്നിട്ട് അവരോട് ഇന്നതാണ് കാര്യം, ഞങ്ങൾ ഇനി എന്താ വേണ്ടത്, നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ചയച്ചതാണ് പെണ്ണിനെ, അല്ലാതെ അവര് ഇഷ്ടപ്പെട്ട് ഇറങ്ങി ഓടിയതല്ല. എല്ലാരും നിന്ന് കല്യാണം കഴിച്ചയച്ചത് ആ പെണ്ണിനെ നിങ്ങൾ വണ്ടി കയറ്റി വിട്ടു, ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുവന്ന് വിടാൻ റെഡിയാണ്. എന്താണ് നിങ്ങളുടെ മകന്റെ നിലപാട്, എന്താണ് നിങ്ങളുടെ നിലപാട്, എന്താണ്? ഈ രീതിയിൽ ഒരു ബന്ധമില്ലാതെ ഒരു പെണ്ണൊരു കൊച്ചിനെയും കൊണ്ട് ഒരു വീട്ടിൽ നിൽക്കുക, അമ്മായിയപ്പനെ മാത്രം നോക്കാൻ വേണ്ടി എന്തിനാ കല്യാണം കഴിക്കുന്നത്?
ഭർത്താവിന്റെ കൂടെ ജീവിക്കാനല്ലേ കല്യാണം കഴിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ നമുക്കൊരു 3-4 പേർക്ക് ഒരു അറ്റ കൈക്ക് പോയി ഒരു ശ്രമം നടത്താൻ നിങ്ങൾ നടത്തിയില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നില്ലേ കൃഷ്ണകുമാർ? അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ അഭിപ്രായം നോക്കണ്ടേ, അവരുടെ അഭിപ്രായം വെച്ചിട്ടല്ലല്ലോ കല്യാണം കഴിപ്പിച്ചയച്ചത്. അപ്പൊ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് പോയിട്ട് നമുക്ക് ആളുണ്ട്, ഒരു പെൺകുട്ടി അയച്ചതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയെങ്കിലും 4 മനുഷ്യനെ കൊണ്ടുപോയി നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്താ ഞങ്ങൾ അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഒരു ഭാഗം ക്ലിയർ ആവും, ഒരു ന്യായം ഉണ്ടാവും. ഞങ്ങൾ വന്നു അയാളുടെ പുറകെ പോയില്ല, പോട്ടെ, അയാളിങ്ങനെ അവിടെ എവിടെയൊക്കെ നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി? അയാൾ മര്യാദയ്ക്ക് ഇന്ന് നോക്കൂ. ഇവിടെ എല്ലാം നോക്കുന്ന തിരുപ്പൂരാണോ? ഒന്ന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക, ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിടാം. അപ്പൊ അത് ചെയ്തില്ല. അവിടുന്ന് ആരും ഇങ്ങോട്ട് വന്നില്ല. ഇവിടെ വരാൻ പ്രായമുള്ള ആരും വന്നിട്ടില്ലല്ലോ, ഇവിടുന്ന് വന്നിട്ടില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് പ്രായമുള്ള ഒരു അമ്മയും പ്രായമുള്ള അവർക്കറിയാം ഈ വീട്ടിൽ പെൺകുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിയാം. അവര് പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളും അല്ല. പക്ഷെ ഈ പെങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ബസ് ഇറങ്ങി പെങ്ങളുടെ വീട്ടിൽ കുളിച്ചു, ഭക്ഷണം കഴിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായാലും ഈ വീട്ടിൽ വരുന്നതെന്നാ പറയുന്നത്. അപ്പൊ ആ പെങ്ങളെയും അവരുടെ ഭർത്താവിനെ ഒക്കെ വിളിച്ചിട്ട് വേണ്ട നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? അല്ല, അവരെയൊക്കെ ഫോൺ ചെയ്തൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്ത് അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോണത്, ഇനി ഞാൻ എന്താ ചെയ്യണ്ടി എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഇനി ഇങ്ങനെ വന്നില്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അച്ഛനും അമ്മയും നോക്കട്ടെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ വരാൻ പറ്റില്ല. ചേട്ടാ ഒന്നാമത് വിളിച്ചാൽ കിട്ടില്ല, ഫോണില്ലല്ലോ. അപ്പോൾ നിനക്ക് എങ്ങാനും വിളിക്കുകയാണെങ്കിൽ നീ പറയേ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്.